പ്രിയ സഹപ്രവർത്തകരെ നമസ്കാരം. ചരിത്ര വിജയം നേടിയ ആവേശത്തിലാണ് കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാർ. നമ്മൾക്കതിൽ അഭിമാനമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ വിജയമാണ് UDFന് കോഴിക്കോട് ജനം സമ്മാനിച്ചത്. ഈ വിധി നമ്മൾ സവിനയം സ്വീകരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 70 അതിൽ 42 പഞ്ചായത്തുകളിലാണ് UDFന് സ്വന്തമായി മേൽക്കൈ ലഭിച്ചിരിക്കുന്നത്. 4 പഞ്ചായത്തുകൾ സമാസമമാണ്. 7 മുനിസിപ്പാലിറ്റിയിലെ 4 മുനിസിപ്പാലിറ്റികൾ നമുക്കുണ്ടായിരുന്ന ആധിപത്യം വ്യക്തമായി നമ്മൾ നിലനിർത്താൻ സാധിച്ചു. കൊയിലാണ്ടി പോലുള്ള മുനിസിപ്പാലിറ്റികളിൽ നില മെച്ചപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിലും കാര്യമായ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ UDFൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അധികാരമേൽക്കാൻ പോകുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ചുണ്ടിനും കപ്പിനും ഇടയിലാണെങ്കിലും അബോധപൂർവ മുന്നേറ്റമാണ് നഗരത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. ഇത് ജനം തന്ന വിധിയാണ്. നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി ഇനി അങ്ങോട്ട് നാളുകളിൽ പ്രവർത്തിക്കണം. ഈ വിധിയുടെ നമ്മൾക്ക് സമ്മാനിച്ച മനോഹരമായ വിജയത്തിൻ്റെ സൗന്ദര്യം കെടുത്താൻ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ കോൺഗ്രസ്സുകാരുടേതുമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ടീം വർക്കിനും കോൺഗ്രസിലെ ഐക്യത്തിനും ജനം നൽകിയ അംഗീകാരം കൂടിയാണ് ഈ വിജയമെന്ന് ഗൗരവത്തോടു കൂടി ഓരോ കോൺഗ്രസ്സുകാരോടും ഓർക്കണം. നമുക്ക് ലഭിച്ച ഈ മനോഹരമായ വിജയത്തിൻ്റെ ഭംഗി കെടുത്തത് നോക്കാനുള്ള ശ്രദ്ധ പോലും ഓരോ കോൺഗ്രസ് പ്രവർത്തകരുടെയും മനസ്സിലുണ്ടാവണം. കൂടുതൽ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അടുത്ത ലക്ഷ്യം നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. നിയമസഭയിൽ 13 സീറ്റാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ആ 13-ൽ 13 പിടിക്കണം. 13 ഔട്ട് ഓഫ് 13 അതായിരിക്കണം ഈ ജില്ലയിൽ ഓരോ കോൺഗ്രസ്സുകാരുടെയും മനസ്സിലെ ലക്ഷ്യം. അതിനായി നമുക്ക് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. SIRയുടെ പ്രവർത്തനം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നു മുതൽ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനവുമായി രംഗത്തിറങ്ങുന്നു. SIRയുടെ പ്രവർത്തനത്തിൽ എല്ലാവരും സജീവമാവുക, ജനങ്ങളുമായി കൂടുതൽ ഇടപെടുക, ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുക. ജനം നമ്മോടൊപ്പം ഉണ്ടാവും. നമസ്കാരം.